ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ വർക്കായ മെൻഡിങ് വാൾ എന്ന പോയമാണ്. അപ്പോൾ സക്സസ്ഫുള്ളി നമ്മൾ പ്ലസ് ടുവിലെ ഫസ്റ്റ് യൂണിറ്റ് കംപ്ലീറ്റ് കവർ ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മൾ സെക്കൻഡ് യൂണിറ്റിലേക്കാണ് പോകുന്നത്. ഫസ്റ്റ് മെൻഡിങ് വാൾ എന്ന പോയമാണ്. റോബർട്ട് ഫ്രോസ്റ്റാണ് ഇതിൻ്റെ ഓഥർ. നമുക്ക് ഓഥറിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ നോക്കാം. റോബർട്ട് ഫ്രോസ്റ്റ് ഈസ് ആൻ അമേരിക്കൻ പോയറ്റ് വെൽ നോൺ ഫോർ ഹിസ് പോയംസ് ദാറ്റ് ആർ കൊളോക്കിയൽ ഇൻ സ്റ്റൈൽ. അമേരിക്കൻ പോയറ്റാണ് അദ്ദേഹത്തിൻ്റെ കൊളോക്കിയൽ സ്റ്റൈലിലുള്ള പോയങ്ങളിലൂടെ വളരെയധികം ഫേമസ് ആണ്. ഹിസ് പോയംസ് ബിഗിൻ ഇൻ ഡിലൈറ്റ് ആൻഡ് എൻഡ് ഇൻ വിസ്ഡം. അദ്ദേഹത്തിൻ്റെ പോയങ്ങൾ ഡിലൈറ്റ് സന്തോഷം കൊണ്ട് തുടങ്ങുകയും എൻഡ് ഇൻ വിസ്ഡത്തിലാണ് അവസാനിക്കുകയും ചെയ്യുന്നത്. ഇൻ 1924 ഹി റിസീവ്ഡ് ഹിസ് ഫസ്റ്റ് ഓഫ് 4 പുളിറ്റ്സർ പ്രൈസസ് ഫോർ ഹിസ് ബുക്ക് ന്യൂ ഹാംബിഫയർ എന്ന ബുക്കിന് 1924 അദ്ദേഹത്തിന് പുലിറ്റ്സർ പ്രൈസ് ലഭിച്ചിട്ടുണ്ട്. ഹി വോൺ ഹിസ് അതർ പുലിറ്റ്സർ ഫോർ കളക്റ്റഡ് പോയം വർക്കിന് പുലിറ്റ്സർ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ഇനി ഫർദർ റേഞ്ച് 1937 ആൻഡ് എ വിറ്റ്നസ് ട്രീ 1943. അപ്പോൾ അദ്ദേഹത്തിന് 4 വർക്കിനാണ്. ഏതൊക്കെ? എ വിറ്റ്നസ് ട്രീ, ഫർദർ റേഞ്ച്, കളക്റ്റഡ് പോയം ആൻഡ് ഹാംബിഫയർ. ഈ 4 വർക്കിനാണ് അദ്ദേഹത്തിന് പുലിറ്റ്സർ പ്രൈസ് കിട്ടിയിട്ടുള്ളത്. സ്റ്റോപ്പിംഗ് ബൈ ദ വുഡ്സ് ഓൺ എ സ്നോവി ഈവനിങ് ആൻഡ് റോഡ് നോട്ട് ടേക്കൺ ആർ 2 എമംഗ് ഹിസ് ഫേമസ് പോയം. അദ്ദേഹത്തിൻ്റെ മോസ്റ്റ് ഫേമസ് പോയങ്ങളാണ് സ്റ്റോപ്പിംഗ് ബൈ ദ വുഡ്സ് ഓൺ എ സ്നോവി ഈവനിങ് ആൻഡ് റോഡ് നോട്ട് ടേക്കൺ. ലെസണിലേക്ക് കടക്കാം. മെൻഡിങ് വാൾ റിട്ടൺ ബൈ റോബർട്ട് ഫ്രോസ്റ്റ്. ദ വേർഡ് മെൻഡിങ് മീൻസ് റിപ്പയറിങ്. പോയത്തിൻ്റെ ടൈറ്റിൽ എന്താണ്? റിപ്പയറിങ് ഓഫ് എ വാൾ, അതായത് മതിലിന് കേടുപാടുകൾ നേരാക്കുക. അതാണ് ഈ പോയത്തിൻ്റെ ടൈറ്റിൽ. ഇതിൻ്റെ സെറ്റിംഗ് വരുന്നത് പോയറ്റിൻ്റെ നെയ്ബറും കൂടി അവരുടെ തോട്ടങ്ങൾക്കിടയിലുള്ള മതിൽ റിപ്പയർ ചെയ്യുകയാണ്. അതാണ് ഈ പോയത്തിൻ്റെ സെറ്റിങ്സ് ആയിട്ട് വരുന്നത്. പോയറ്റ് തന്നെയാണ് ഈ പോയത്തിലെ സ്പീക്കർ. നമുക്ക് പോയത്തിലേക്ക് കടക്കാം. ഫസ്റ്റ് സ്റ്റാൻസ. Something there is that does not love a wall, that sends a frozen ground swell under it and spills the upper boulders in the sun and makes gaps even two can pass abreast. പോയിട്ട് പറയാണ്, സംതിങ് there is that does not love a wall. അവിടെ എന്തോ ഒന്നുണ്ട്. that does not love a wall, മതിലിനെ ഇഷ്ടപ്പെടാത്ത എന്തോ ഒന്ന് അവിടെ ഉണ്ട്. that sends a frozen ground swell under it. താഴെയുള്ള തണുത്ത ഭൂമി അതെന്ത് ചെയ്യുന്നു? സ്വെൽ, വീർപ്പിക്കുന്നു. ആൻഡ് സ്പിൽസ് ദ അപ്പർ ബോൾഡേഴ്സ് ഇൻ ദ സൺ, അതിന് മുകളിലുള്ള കല്ലുകളെ അത് തെറിപ്പിക്കുന്നു. ആൻഡ് മേക്സ് എ ഗ്യാപ്സ് ഈവൻ ടു കാൻ പാസ് അബ്രസ്റ്റ്. 2 പേർക്ക് പാസ് ചെയ്ത് പോവാൻ അത്രയും വലിയൊരു ഗ്യാപ്പ് തന്നെ അത് ഉണ്ടാക്കുന്നു. ദ വർക്ക് ഓഫ് ഹണ്ടേഴ്സ് ഇൻ അനദർ തിങ് ഐ ഹാവ് കം ആഫ്റ്റർ ദം ആൻഡ് മേഡ് റിപ്പയർ വെർ ദേ വുഡ് ഹാവ് ലെഫ്റ്റ് നോ വൺ സ്റ്റോൺ on a but they would have the rabbit out of hiding to please the yelping dogs the gaps I mean. എന്താണ് പറയുന്ന പോയിട്ട്? ദ വർക്ക് ഓഫ് ഹണ്ടേഴ്സ് ഈസ് അനദർ തിങ്. പോയിട്ട് ഇങ്ങനെ പറയാണ്, ചിലപ്പോൾ ആ ഗ്യാപ്പ്, ആ വാൾ നശിച്ചു പോകുന്നത്, ആ മതിലുകൾ നശിച്ചു പോകാനുള്ള മറ്റൊരു കാരണം എന്താണ്? ഹണ്ടേഴ്സ്, വേട്ടക്കാരാണ്. ഐ ഹാവ് കം ആഫ്റ്റർ ദം ആൻഡ് മേഡ് റിപ്പയർ. ആ വേട്ടക്കാർ പോയതിന് ശേഷം ഞാൻ വരികയും ആ മതിൽ റിപ്പയർ ചെയ്യുകയും ചെയ്യുന്നു. വേർ ദേ വുഡ് ഹാവ് ലെഫ്റ്റ് നോട്ട് വൺ സ്റ്റോൺ ഓൺ എ സ്റ്റോൺ. അപ്പോൾ പോയിട്ട് റിപ്പയർ ചെയ്യാൻ വരുമ്പോൾ ഒരു കല്ലിന് മുകളിൽ ഒരു കല്ല് പോലും കാണാറില്ല. ബട്ട് ദേ വുഡ് ഹാവ് ദ റാബിറ്റ് ഔട്ട് ഓഫ് ഹൈഡിങ് ടു പ്ലീസ് ദ ഹെൽപ്പിംഗ് ഡോഗ്സ് മീൻസ് ബാർക്കിംഗ്, കുരക്കുന്ന പട്ടികൾ. അപ്പോൾ ബട്ട് ദേ വുഡ് ഹാവ് ദ റാബിറ്റ് ഔട്ട് ഓഫ് ഹൈഡിങ് ടു പ്ലീസ് ദ ഹെൽപ്പിംഗ് ഡോഗ്സ്. അപ്പോൾ ഈ വേട്ടക്കാരെന്ത് ചെയ്യാണ്? ഈ കല്ലുകൾക്കിടയിൽ ഒളിച്ചിരിക്കുന്ന റാബിറ്റ്സിനെ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയായിരിക്കാം ചിലപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരിക്കാം. ടു പ്ലീസ് ദ ഹെൽപ്പിംഗ് ഡോഗ്സ്, കുരക്കുന്ന നായ്ക്കളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി. ദ ഗ്യാപ്സ് ഐ മീൻ നോ വൺ ഹാസ് സീൻ ദം മേഡ് ഓർ ഹിയർഡ് ദം മേഡ്. അവിടെ ഉണ്ടാകുന്ന ഗ്യാപ്പ് നോ വൺ ഹാസ് സീൻ, ആരും കാണുകയുമില്ല. നോ വൺ ഹാസ് സീൻ ദം മേഡ്, ആരാണത് അങ്ങനെ ആക്കിയെന്ന് ഒരാളും കാണുകയില്ല. ഓർ ഹിയർഡ് ദം മേഡ്, ആരാണത് ചെയ്തിട്ടുള്ളതെന്ന് കേൾക്കുകയില്ല. ബട്ട് അറ്റ് സ്പ്രിംഗ് മെൻഡിങ് ടൈം വി ഫൈൻഡ് ദം ദർ. ബട്ട് സ്പ്രിംഗ് സീസൺ ആകുമ്പോൾ, സീസണിലാണ് പോയിറ്റിൻ്റെ നെയ്ബറും കൂടി ആ വാള് റിപ്പയർ ചെയ്യാൻ വരുന്നത്. ആ ടൈം ആകുമ്പോൾ അവിടെ എന്തുണ്ടാവും? ആ വാള് നശിച്ചു, ഇങ്ങനെ കേടുപാട് കൂടി കിടക്കുന്നത് കാണാം. ആരാണ് ഈ വാള് നശിപ്പിച്ചത്, അല്ലെങ്കിൽ ആരിത് ചെയ്തു, ഇങ്ങനെയൊന്നും ആരും കേൾക്കുകയില്ല. പക്ഷേ ആ വാളിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടാവും. ഐ ലെറ്റ് മൈ നെയ്ബർ നോ ബിയോണ്ട് ദ ഹിൽ. അപ്പോൾ ആ പോയിറ്റിൻ്റെ നെയ്ബർ
ഹില്ലിൻ്റെ അപ്പുറത്തെ ഭാഗത്താണ് താമസിക്കുന്നത്. അപ്പോൾ ലെറ്റ് മീ നെയ്ബർ നോ ബിയോണ്ട് ദ ഹിൽ, പോയിറ്റിൻ്റെ നെയ്ബറിനെ വിവരം അറിയിക്കും, ഇങ്ങനെ വാൾ നശിച്ചിട്ടുണ്ട് എന്ന് വിവരം അറിയിക്കും. ആൻഡ് ഓൺ എ ഡേ വി മീറ്റ് ടു വാൾക്ക് ദ ലൈൻ, അങ്ങനെ ഒരു ദിവസം അവർ രണ്ടുപേരും വരും. എന്നിട്ട് രണ്ട് സൈഡിലായിട്ട് പോയിറ്റും നെയ്ബറും ഇങ്ങനെ നടന്ന് ആ വാൾ റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കും. ആൻഡ് സെറ്റ് ദ വാൾ ബിറ്റ്വീൻ അസ് വൺസ് അഗെയിൻ, അങ്ങനെ അവർക്കിടയിൽ മതിലുകൾ വീണ്ടും അവരുണ്ടാക്കിയെടുക്കും. വി കീപ് ദ വാൾ ബിറ്റ്വീൻ അസ് ആസ് വി ഗോ, അവർ പോകുന്നതിന് മുമ്പായി അവർക്കിടയിൽ എന്ത് ചെയ്യും, ആ വാള് റിപ്പയർ ചെയ്തെടുക്കും. ടു ഈച്ച് ദ ബോൾഡേഴ്സ് ദാറ്റ് ഹാവ് ഫാളൻ ടു ഈച്ച്, രണ്ട് സൈഡിലേക്കും കല്ലുകൾ വീണിട്ടുണ്ടാവും. പോയിറ്റിൻ്റെ സൈഡിലേക്കും അതുപോലെ തന്നെ നെയ്ബറിൻ്റെ സൈഡിലേക്കും ആ മതിലിലെ കല്ലുകൾ വീണ് പോയിട്ടുണ്ടാവും. ആൻഡ് സം ആർ ലോസ് ആൻഡ് സം സോ നിയർലി ബാൾസ്, അപ്പോൾ പോയിട്ട് പറയുകയാണ് ചില കല്ലുകൾ എങ്ങനെ റൊട്ടിയുടെ ഷേപ്പിലായിട്ടുണ്ടാവും, ചില കല്ലുകൾ എങ്ങനെയാണ് ബാൾ ഷേപ്പിലാണ്. വി ഹാവ് ടു യൂസ് എ സ്പെൽ ടു മേക്ക് ദം ബാലൻസ്, അപ്പോൾ ഇതിനെങ്ങനെ ബാലൻസ് ചെയ്ത് നിർത്തിക്കൊണ്ട് പോകാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഒരു മാജിക് സ്പെല്ല് അവർ പറയുന്ന ഒരു ലൈനാണ്, ഒരു മാജിക് സ്പെല്ല് യൂസ് ചെയ്തുകൊണ്ടാണ് അവർ ആ കല്ലുകളെ ബാലൻസ് ചെയ്യിപ്പിക്കുന്നത്. സ്റ്റേ വേർ യു ആർ അണ്ടിൽ അവർ ബാക്സ് ആർ ടേൺഡ്, ഞങ്ങൾ ഒന്ന് തിരിയുന്നത് വരെയെങ്കിലും നീ അവിടെ തന്നെ നിൽക്കുക എന്ന് കല്ലിനോട് പറയുമായിരുന്നു. വേർ യു ആർ അണ്ടിൽ അവർ ബാക്സ് ആർ ടേൺഡ്, ഞങ്ങളുടെ പുറം തിരിയുന്നത് വരെയെങ്കിലും നീ അവിടെ തന്നെ ഒന്ന് നിൽക്കുക എന്ന് അവർ കല്ലിനോട് പറയുമായിരുന്നു. വി വിയർ അവർ ഫിംഗേഴ്സ് റഫ് വിത്ത് ഹാൻഡ്ലിങ് ദം, ആ കല്ലുകളെ ഹാൻഡിൽ ചെയ്യുന്നതിലൂടെ പോയിറ്റിൻ്റെ നെയ്ബറിൻ്റെയും കൈൻ്റെ വിരലുകൾ റഫാവുകയും വേദന എടുക്കുകയൊക്കെ ചെയ്തിരുന്നു. ജസ്റ്റ് അനദർ കൈൻഡ് ഓഫ് ഔട്ട്ഡോർ ഗെയിം, അപ്പോൾ പോയിറ്റ് പറയാണ്, പോയിറ്റിന് ഇതൊരു ഔട്ട്ഡോർ ഗെയിം ആയിട്ടാണ് ഫീൽ ചെയ്തിരുന്നത്. പോയിറ്റിൻ്റെ നെയ്ബറിൻ്റെയും ഇടയിലുള്ള ഒരു ഔട്ട്ഡോർ ഗെയിം ആയിട്ടാണ് ഫീൽ ചെയ്തിരുന്നത്. വൺ ഓൺ എ സൈഡ് ഇറ്റ് കംസ് ടു ലിറ്റിൽ മോർ, പക്ഷെ പോയിറ്റ് പറയാണ് ഇത് അതിനേക്കാളും കുറച്ച് കൂടുതലാണ്. ദർ വേർ ഇറ്റ് ഈസ് വി ഡു നോട്ട് നീഡ് ദ വാൾ, പോയിട്ട് പറയണ ഞങ്ങൾക്കിടയിൽ ഒരു മതിലിൻ്റെ ആവശ്യം തന്നെ അവിടെ ഇല്ല. ഹീ ഈസ് ഓൾ പൈൻ ആൻഡ് ഐ ആം ആപ്പിൾ ഓർച്ചാർഡ്, പോയിറ്റിൻ്റെ നെയ്ബറിന് പൈൻ ട്രീസും പോയിറ്റിന് ആപ്പിൾ ട്രീസുമാണ് തോട്ടത്തിലുള്ളത്. മൈ ആപ്പിൾ ട്രീസ് വിൽ നെവർ ഗെറ്റ് അക്രോസ് ആൻഡ് ഈറ്റ് ദ കോൺസ് അണ്ടർ ഹിസ് പൈൻസ്, അപ്പോൾ പോയിട്ട് തമാശ രൂപേണ പറയാണ് എൻ്റെ ആപ്പിൾ ട്രീസ് അവൻ്റെ പൈൻ ട്രീസിൻ്റെ അടിയിൽ കിടക്കുന്ന ഫ്രൂട്ട്സ് ഒന്നും കഴിക്കില്ല. ഐ ടെൽ ഹിം ഹി ഓൺലി സേസ് ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ്, പോയിട്ട് പറയാണ് പോയിറ്റിൻ്റെ നെയ്ബറിനോട് എനിക്ക് ആപ്പിൾ ട്രീസും നിനക്ക് പൈൻ ട്രീസും ആണുള്ളത്, അപ്പോൾ എൻ്റെ ആപ്പിൾ ട്രീസ് പോയി നിൻ്റെ പൈൻ ട്രീസിൻ്റെ അടിയിൽ വീണ് കിടക്കുന്ന ഫ്രൂട്ട്സ് ഒന്നും എടുത്ത് കഴിക്കുകയില്ല, അപ്പോൾ നമുക്ക് ഈ മതിലിൻ്റെ ആവശ്യമില്ല എന്ന് പറയുമ്പോൾ പോയിറ്റിൻ്റെ നെയ്ബർ എന്താണ് പറയുന്നത്, ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ്, നല്ല മതിലുകളാണ് നല്ല അയൽക്കാരെ സൃഷ്ടിക്കുന്നത് എന്നാണ്. സ്പ്രിംഗ് ഈസ് ദ മിസ്ചീഫ് ഇൻ മീ ആൻഡ് ഐ വണ്ടർ ഇഫ് ഐ കുഡ് പുട്ട് എ നോഷൻ ഇൻ ഹിസ് ഹെഡ്, സ്പ്രിംഗ് സീസണാണ് എന്നെ ഒരു കുസൃതിക്കാരനാക്കുന്നത്. ആൻഡ് ഐ വണ്ടർ ഇഫ് ഐ കുഡ് പുട്ട് എ നോഷൻ ഇൻ ഹിസ് ഹെഡ്, അവൻ്റെ തലയിലൊരു ആശയം സൃഷ്ടിക്കാൻ, ആ നെയ്ബറിൻ്റെ ഒരു ഐഡിയ സൃഷ്ടിക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കുമായിരുന്നു. അപ്പോൾ പോയിട്ട് പറയുന്നത് ഈ വാളിൻ്റെ ആവശ്യമില്ല, അപ്പോൾ പോയിറ്റിൻ്റെ നെയ്ബറിനാണ് ഈ പഴയ ചിന്താഗതിയാണ്, അവർക്കിടയിൽ ഒരു വാള് വേണം, ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ് എന്നാണ് പറയാറുള്ളത് എപ്പോഴും. പോയിട്ട് അവൻ്റെ ആ നോഷൻ, ആ ഐഡിയ ഒന്ന് ചേഞ്ച് ചെയ്യിക്കാൻ ശ്രമിക്കുമായിരുന്നു. വൈ ഡു ദേ മേക്ക് ഗുഡ് നെയ്ബേഴ്സ്, എങ്ങനെയാണ് നല്ല വാൾസ് നല്ല നെയ്ബേഴ്സിനെ ഉണ്ടാക്കുക, പോയിട്ട് നെയ്ബറിനോട് ചോദിക്കുകയാണ്. ഈസിൻറ്റ് ഇറ്റ് വേർ ദർ ആർ കോസ് ബട്ട് ഹിയർ ദർ ആർ നോ കോസ്, ഇപ്പോൾ അവിടെ പശുക്കൾ ഉണ്ടെങ്കിലൊക്കെ ഓക്കെ, പക്ഷേ അവർക്ക് രണ്ടുപേർക്കും പശുക്കളില്ല. ബിഫോർ ഐ ബിൽഡ് എ വാൾ ഐ വുഡ് ആസ്ക് നോ വാട്ട് ഐ വാസ് വാളിങ് ഇൻ ഓർ വാളിങ് ഔട്ട്, ഞാനൊരു വാള് ഉണ്ടാക്കുന്നതിന് മുമ്പ് ഞാൻ ചിന്തിക്കേണ്ടത് എന്തിനെയാണ് ഞാൻ മതിലിൻ്റെ ഉള്ളിലാക്കാൻ ശ്രമിക്കുന്നത്, എന്തിനൊക്കെയാണ് ഞാൻ പുറത്താക്കാൻ ശ്രമിക്കുന്നത് എന്ന് എനിക്കൊരു ധാരണ ഉണ്ടായിരിക്കണം. പോയിട്ട് പറയണം. ആൻഡ് ടു വൂം ഐ വാസ് ലൈക്ക് ടു ഗീവ് ഒഫൻസ്, ഞാൻ ആരെയാണ് മാറ്റി നിർത്താൻ നോക്കുന്നത്. സംതിങ് ദർ ഈസ് ദാറ്റ് ഡസ് നോട്ട് ലവ് എ വാൾ, പിന്നെയും പോയിട്ട് പറയുകയാണ് അവിടെ എന്തോ ഉണ്ട്, വാളിനെ ഇഷ്ടപ്പെടാത്ത എന്തോ ഒന്നുണ്ട്. ദാറ്റ് വാണ്ട്സ് ഇറ്റ് ഡൗൺ ഐ കുഡ് സേ എൽസ് ടു ഹിം, പോയിട്ട് പറയുകയാണ് ചിലപ്പോൾ അത് എൽസ് ആയിരിക്കാം, എൽസ് മീൻസ് സ്പിരിറ്റ്, പ്രേതങ്ങളൊക്കെ ആയിരിക്കാം, ബട്ട് ഇറ്റ് ഈസ് നോട്ട് എൽസ് എക്സാക്ട്ലി, പിന്നെ പോയിട്ട് പറയുകയാണ് അത് ശരിക്കും എൽസ് ഒന്നുമല്ല, സ്പിരിറ്റ് ഒന്നുമല്ല. ആൻഡ് ഐ വുഡ് റാദർ ഹി സെഡ് ഇറ്റ് ഫോർ ഹിംസെൽഫ്, ഐ സീം
I see him there bringing a stone grasped firmly by the top in his hand ലൈക്ക് ആൻ ഓൾഡ് സ്റ്റോൺ സാവേജ് ആംഡ്. അപ്പോൾ പോയിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ് അവിടെ എൽസ് ഉണ്ടായിരിക്കും, അവരാണ് ഈ വാൾ നശിപ്പിക്കുന്നത് എന്ന്. പിന്നെ പറയാണ് സ്പിരിറ്റ് ഒന്നും അല്ല നശിപ്പിക്കുന്നത്. പിന്നെ പോയിറ്റിൻ്റെ നെയ്ബറെ കാണുകയാണ്. എങ്ങനെ? ബ്രിങ്ങിങ് എ സ്റ്റോൺ ഗ്രാസ്പ്ഡ് ഫേംലി ബൈ ദ ടോപ്പ് ഇൻ ഈച്ച് ഹാൻഡ്സ്. അദ്ദേഹത്തിൻ്റെ 2 കൈകളിലും കല്ലുണ്ട്. ലൈക്ക് ആൻ ഓൾഡ് സ്റ്റോൺ സാവേജ് ആംഡ്. അദ്ദേഹത്തെ ഒരു ശിലായുഗത്തിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയെ പോലെ ഒരു സാവേജ് ആയിട്ടാണ് പോയിറ്റിന് ഫീൽ ചെയ്യുന്നത്. ഹി മൂവ്സ് ഇൻ ഡാർക്ക്നെസ് ആസ് ഇറ്റ്സ് സീംസ് ടു മീ. പോയിറ്റിന് തോന്നുകയാണ് അദ്ദേഹം ഡാർക്ക്നെസ്, മരത്തിനാലുള്ള ഇരുട്ടിൻ്റെ അടിയിലൂടെയാണ് പോകുന്നത്. നോട്ട് ഓഫ് വുഡ്സ് ഓൺലി ആൻഡ് ദ ഷെയ്ഡ് ഓഫ് ട്രീസ്. ആ വുഡ്സിൻ്റെ അടിയിലുള്ള ഡാർക്ക്നെസ്സിലൂടെ പിന്നെ മരത്തിൻ്റെ ഷെയ്ഡ്സ് തണലിലൂടെയാണ് അദ്ദേഹം നീങ്ങിപ്പോകുന്നത്. അദ്ദേഹം ഡാർക്ക്നെസ്സിലാണ് എന്നാണ് പോയിറ്റ് പറയുന്നത്. ഹി വിൽ നോട്ട് ഗോ ബിഹൈൻഡ് ഹിസ് ഫാദേഴ്സ് സെയിങ്. പോയിറ്റ് പറയാണ് പോയിറ്റിൻ്റെ നെയ്ബർ എപ്പോഴും അദ്ദേഹത്തിൻ്റെ ഫാദറിൻ്റെ ആശയങ്ങളെ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. അത് മറികടന്നൊന്നും തന്നെ ചിന്തിക്കുമായിരുന്നില്ല. ആൻഡ് ഹി ലൈക്സ് ഹാവിങ് തോട്ട് ഓഫ് ഇറ്റ് സോ വെൽ. പോയിറ്റിന് അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ ആശയങ്ങളും ഒരുപാട് ഇഷ്ടമായിരുന്നു. ഹി സേസ് അഗൈൻ ഗുഡ് ഫ്രണ്ട്സസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ്. അദ്ദേഹം ആ നെയ്ബർ വീണ്ടും പറയാണ് നല്ല മതിലുകളാണ് നല്ല അയൽക്കാരെ സൃഷ്ടിക്കുന്നത്. ഈ പോയത്തിന് വളരെയധികം ഒരു മീനിങ് ഫുൾ ആയൊരു പോയാണിത്. പോയിട്ട് ഒരു സിംപ്ലി ഒരു വാളിനെ കുറിച്ച് മാത്രമല്ല പറയുന്നത്, നമ്മുടെ ഇന്നത്തെ ചിന്താഗതി, പണ്ടത്തെ ആളുകളുടെ ചിന്താഗതി മാറണം എന്ന ഒരാശയമാണ് ഉന്നയിക്കുന്നത്. കാരണം നമ്മുടെ തോട്ടങ്ങളെല്ലാം റിലേഷനാണ് പറയുന്നത്. എല്ലാത്തിനും ബാരിയർ ഇട്ടിക്കാണ്, ഒരു മതിൽ നമ്മളെപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പരസ്പരം അറിയാനോ ഒന്നായി കിടക്കുന്ന ഒരു ഭൂമിയെ തന്നെ പരസ്പരം കീറി മുറിച്ച് മതിലുകൾ സൃഷ്ടിക്കാനാണ് ഇന്നത്തെ ആളുകൾ ശ്രമിക്കുന്നത്. അപ്പോൾ പോയിട്ട് പറയുന്നത് അത് പണ്ടത്തെ ശിലായുഗത്തിലുള്ള ആളുകളുടെ ചിന്താഗതിയാണ്, അതിൽ നിന്ന് മാറണം. പോയിറ്റിൻ്റെ നെയ്ബർ പറയുന്നത് ഗുഡ് ഫ്രണ്ട്സസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ്. നല്ല മതിലുകളാണ് നല്ല അയൽക്കാരെ സൃഷ്ടിക്കുന്നത് എന്നാണ്. പക്ഷേ പോയിട്ട് പറയുന്നത് അങ്ങനെയൊന്നുമല്ല, നമ്മൾ പരസ്പരം ലവും അഡ്ജസ്റ്റബിളും ഭയങ്കര അഡാപ്റ്റബിളുമായി എപ്പോഴും സ്നേഹത്താൽ നമ്മൾ നിലനിന്ന് പോകണം. മതിലുകൾ സൃഷ്ടിച്ച് നമ്മൾ പിരിഞ്ഞ് നിൽക്കുകയല്ല. എപ്പോഴും ഒരു ഗുഡ് ബോണ്ട്, ഗുഡ് റിലേഷൻ, ലവ് ബോണ്ട് ക്രിയേറ്റ് ചെയ്ത് അത് കീപ്പ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. അല്ലാതെ മതിലുകൾ ഉണ്ടാക്കി പരസ്പരം അകന്ന് പോവരുത് എന്നാണ് പറയുന്നത്. ഈ മതിലുകൾ കീപ്പ് ചെയ്ത് നടക്കുന്ന ആൾക്കാർ ഡാർക്ക്നെസ്, ഇരുട്ടിലാണെന്നാണ് പറയുന്നത്. ഇവിടെ ഈ ഒരു ലൈന് പറഞ്ഞു, ആ ലൈൻ എല്ലാവരും നോട്ട് ചെയ്യുക. അതിന് ഒരുപാട് ഡാർക്ക്നെസ് എന്നുകൊണ്ട് പോയിട്ട് ഉദ്ദേശിക്കുന്നത് മരത്തിൻ്റെ തണലോ അല്ല. പോയിട്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഡാർക്ക്നെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മനസ്സുകളിലുള്ള ഇരുട്ടാണ്. ഏതായിരുന്നു ആ ലൈന്? ഹി മൂവ്സ് ഇൻ ഡാർക്ക്നെസ് ആസ് ഇറ്റ് സീംസ് ടു മീ നോട്ട് ഓഫ് വുഡ്സ് ഓൺലി ആൻഡ് ദ ഷെയ്ഡ്സ് ഓഫ് ട്രീസ്. ഇവിടെ മരത്തിൻ്റെയും ഷെയ്ഡ്സ് ഒന്നല്ല ഉദ്ദേശിക്കുന്നത്, ശരിക്കും നമ്മുടെ മനസ്സുകളിലുള്ള ഇരുട്ടാണ് പോയിട്ട് ഉദ്ദേശിക്കുന്നത്. പോയിട്ട് പറയാം അവിടെ മതിലിൻ്റെ യാതൊരു ആവശ്യവുമില്ല. അവർക്ക് 2 പേർക്കും ഡിഫറെൻറ്റ് ക്രോപ്സ് ആണ്. ഒരാൾ പൈൻ ട്രീസ് ആണ്, ഒരാൾ ആപ്പിൾ ട്രീസ് ആണ്. അപ്പോൾ മതിലിൻ്റെ ആവശ്യമില്ല. പിന്നെ അവിടുത്തെ ഭൂമിക്ക് മതിലിന് ഇഷ്ടമില്ലാത്ത എന്തോ ഒന്ന് അവിടെ ഉണ്ട്. അതാണ് അവർക്ക് എപ്പോഴും ഈ മതിൽ റിപ്പയർ ചെയ്യേണ്ടി വരുന്നത്. പോയിട്ട് എല്ലാവരും ഒത്തൊരുമയോടെ ഒരുമയോടെ മതിലുകളില്ലാതെ ബാരിയേഴ്സ് ഇല്ലാതെ സ്നേഹത്തോടെ സഹകരണ മനോഭാവത്തോടെ എപ്പോഴും നിലനിൽക്കണം എന്നാണ് പറയുന്നത്. ഒരു വാള് നമുക്കിടയിലും ആവശ്യമില്ല എന്നാണ് പറയുന്നത്. എല്ലാവർക്കും ഈ പോയം മനസ്സിലായി എന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് വേർഡ് വിങ്സ്.